നമസ്കാരം. ഫെബ്രുവരി 14 ശനി ത്രയോദശിയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ശനിയുടെ മാറ്റം പല വിധത്തിലാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ഗുണദോഷ ഫലങ്ങൾ കൊണ്ടുവരുവാൻ ശനിക്ക് സാധിക്കുന്നതായിരിക്കും. എന്നാൽ ശനി പ്രദോഷം അഥവാ ശനി ത്രയോദശിക്ക് വളരെയധികം പ്രാധാന്യമാണുള്ളത്. കാരണം ഇത് ശിവനും പാർവതിക്കും വേണ്ടി സമർപ്പിക്കുന്ന പുണ്യദിനമാണ്. ഫെബ്രുവരി 14 ശനി പ്രദോഷം വരുന്നത്. ശിവന്റെയും പാർവതിയുടെയും അനുഗ്രഹത്താൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാനാണ് ഇന്നേ ദിവസം സാധിക്കുക. പ്രദോഷവേളയിൽ ശിവനെയും പാർവതിയെയും പൂജിച്ച് പരിഹാരങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് കൊണ്ടുവരിക. ശനിയുടെ ഇപ്പോഴത്തെ സ്ഥാനം മീനം രാശിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ ശനി ത്രയോദശിക്ക് വളരെയധികം മാറ്റങ്ങളും ഭാഗ്യവും കൊണ്ടുവരും. ജ്യോതിഷപ്രകാരം ശനി പ്രദോഷത്തിൽ വളരെയധികം ഭാഗ്യവും അനുഗ്രഹവും ജീവിതത്തിൽ വിജയിക്കുവാനുള്ള ഊർജവും വന്നു ചേരുന്ന രാശിക്കാർ ആരെല്ലാമാണെന്നറിയാം. തുലാം രാശി. തുലാം രാശിക്കാർക്ക് ശനി ഇവരുടെ 6ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുവാൻ സഹായിക്കും. നിങ്ങളുടെ കടങ്ങൾ ഇല്ലാതാവുകയും ദൈനംദിന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും സാധിക്കും. പല പ്രകാരത്തിലും നിങ്ങൾക്ക് വിജയം വന്നു ചേരും. ശനി ത്രയോദശി ദിനത്തിൽ കടങ്ങളിൽ നിന്നും പൂർണ്ണ പരിഹാരം കാണുവാൻ സാധിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തികപരമായുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പല പ്രകാരത്തിലും പലരിൽ നിന്നും അപ്രതീക്ഷിത പിന്തുണ നിങ്ങൾക്ക് വന്നു ചേരും. സാമ്പത്തിക സ്ഥിതി ഒട്ടും തന്നെ നിസ്സാരമായിരിക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും നേട്ടങ്ങളും ശനി ത്രയോദശിയിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും. മീനം രാശി. മീനം രാശിക്കാർക്ക് ശനി 7ാം ശനിയുടെ സ്വാധീനത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവത്തിൽ വന്നു ചേരും. അതിനെയെല്ലാം തന്നെ അഭിമുഖീകരിച്ച് ജീവിതത്തിൽ വിജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. 7ാം ശനിയുടെ സ്വാധീനം നിലനിൽക്കുമെങ്കിലും പലപ്പോഴും അത് നിങ്ങളിൽ കൂടുതൽ ഗുണകരമായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാക്കുക. പുതിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന സമയമാണ്. തൊഴിലിൽ പുരോഗതി, സാമ്പത്തികപരമായി നേട്ടങ്ങൾ, ബിസിനസ്സിൽ ഗുണപരമായ മാറ്റങ്ങൾ എന്നിവ നിങ്ങൾക്കുണ്ടാകും. പല പ്രകാരത്തിലും ഗുണാനുഭവങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക. സന്തോഷത്തോടുകൂടി ഈ സമയം മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ധനുരാശി. ധനുരാശിക്കാർക്ക് ശനി ഇവരുടെ 4ാം ഭാവത്തിലൂടെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരിക. അതിനാൽ തന്നെ കുടുംബം, ധനം, ദാമ്പത്യം എന്നീ മേഖലകളിലെല്ലാം തന്നെ നിങ്ങൾ മികച്ചു നിൽക്കും. നിങ്ങളുടെ സമ്പാദ്യത്തിൽ ഇരട്ടി മാറ്റമാണ് വന്നു ചേരുക. മാത്രമല്ല പല വിധത്തിലുള്ള നേട്ടങ്ങളിലൂടെയാണ് നിങ്ങൾ ഈ സമയം കടന്നു പോവുക. നിങ്ങളുടെ സമ്പാദ്യം ഇരട്ടിയാകും. ദീർഘകാലമായി തീർപ്പ് കൽപ്പിക്കാതിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കും. സാമ്പത്തികമായുള്ള നിക്ഷേപങ്ങളെല്ലാം തന്നെ നിങ്ങളെ മികച്ച നേട്ടങ്ങളിലേക്കാണ് എത്തിക്കുക. നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തും വിധം ഉയർച്ച കൈവരിക്കും. പൂർത്തിയാക്കാതിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാനും
നിങ്ങൾക്ക് സാധിക്കും. ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് നിങ്ങളുടെ വരുമാനത്തിൽ ഗണ്യമായ വർധനവുണ്ടാകും. ഇവരുടെ 11ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അതിനാൽ തന്നെ സാമ്പത്തികമായുള്ള വളർച്ച നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങളാണ് വന്നു ചേരുന്നത്. നിക്ഷേപങ്ങളെല്ലാം തന്നെ ഇരട്ടിയാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തും വിധം ചില മാറ്റങ്ങൾ വന്നു ചേരും. ദീർഘകാല സമ്പാദ്യ പദ്ധതികൾ നിങ്ങൾക്ക് തുടങ്ങുവാനാകും. ഗുണപരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും. ഇതെല്ലാം തന്നെ നിങ്ങളിൽ മാനസികമായ സന്തോഷം നിലനിർത്തുന്നതായിരിക്കും.